ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. എൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യാൻ ഐ എം ഗോയിങ് ടു മുംബൈ. ഒരു സർപ്രൈസ് വീഡിയോ ആണ്. എങ്ങോട്ടാ പോണ്? നമ്മൾ സർപ്രൈസ് വിസിറ്റായിട്ട് മുംബൈക്ക് പോവാണ്. എനിക്ക് എന്താ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. വെൻ യു വെൻ ടു വിയറ്റ്നാം ഓൾസോ ഐ വാസ് നോട്ട് ദിസ് മച്ച് എക്സൈറ്റഡ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് അവിടെ റിയാക്ഷൻ ഉണ്ടാവുന്നത് അതൊക്കെ അറിയില്ല. ഞങ്ങൾ ഊട്ടിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ ലോട്ടസ് ഹോട്ടലിൽ ചെക്കിങ് ചെയ്തു. അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ വി ഡിഡ് എ പ്രീ ചെക്കിങ്. ഞങ്ങൾ ഓൾറെഡി അവിടെ റിസപ്ഷനിലൊക്കെ ഇൻഫോം ചെയ്തു ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാന്. ഇവിടെയാണ് അവർ സ്റ്റേ ചെയ്യാൻ പോണ പ്രൈവറ്റ് വില്ല, പ്രൈവറ്റ് പൂൾ. ആകെ ടയർഡായി, ലോങ് ആഴ്സ് ഓഫ് ജേർണി. അപ്പം നമ്മുടെ ചിന്ന വീട്ടിലേക്ക് പോകാം. അവർക്ക് ഒരു പ്രൈവറ്റ് വില്ലുന്നില്ല. മല കുന്ന് ഒരു മൂന്നാർ വൈബൊക്കെ ഉണ്ട്. അപ്പം ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് സർപ്രൈസിലേക്ക് പോവാം. ഞങ്ങളെ പ്ലാൻ ചെറുതായിട്ട് പാളി തോന്നുന്നു. റിസപ്ഷനിൽ ഞങ്ങളുടെ പേര് അവർ കണ്ടിട്ടുണ്ട്, സജീഷ് സജു. അതൊരു വിഷമായിരിക്കും. അവര് കണ്ടു മണ്ടത്തരങ്ങൾ പക്ഷെ അച്ഛൻ കണ്ടു. ആ മണ്ടനോട് ഇയാള് പറഞ്ഞതാണേ പേര് കാണിക്കല്ലേന്നേ. ഇയാള് വന്നത് 11 മണിക്ക് ഇറങ്ങി. അവൻ പറഞ്ഞില്ലേ ദീപാവലിക്ക് വരുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല അല്ലേ. എന്നാലും പണ്ട് ഇങ്ങനെ ഒപ്പിച്ചപ്പോൾ ഇന്നലെ കൂടി വീഡിയോ കോൾ ചെയ്തതല്ലായിരുന്നു. ഇവിടെ പറഞ്ഞു ഇന്നലെ സിനിമയ്ക്ക് പോയി. എന്നിട്ട് പറഞ്ഞു എന്നാ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അവന് ചേച്ചാ മൈൻഡ് ചെയ്യാണ്ട് പോവാ. ഇവിടെ കണ്ടു ഞങ്ങളെ സർപ്രൈസ് അടിപൊളിയായി. അങ്ങനെ ഇതാ രുദ്രയും നൈനക്കുട്ടിയും പൂളിക്ക് പോകാനുള്ള ഫുൾ സെറ്റപ്പിലാണ്. ആരാ ഫസ്റ്റ് തുറന്ന് നോക്കട്ടെ. നോക്കട്ടെ ആരാ ഫസ്റ്റ് ഓടുന്നു. ആരാ ഫസ്റ്റ് ഓടുന്നു. രുദ്ര ജയിച്ചു. വന്നു. തൊട്ടോ തൊട്ടോ എവിടെ നൈനു തൊട്. നൈറ്റ് വ്യൂ.
അമ്മ അങ്ങനെ വ്ളോഗ് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. സ്ലോ ആയി. വാവ്, ഇത് ചിറ്റ കണ്ടില്ലല്ലോ. സൂപ്പർ പ്ലേസ് രുദ്ര. കുട്ടി എന്ത് ഇങ്ങനെ നഞ്ഞല്ലോ കുഞ്ഞാ? ഹരീഷ് കണ്ടപ്പോ എന്തായിരുന്നു? ഹരീഷ് പെട്ടെന്ന് കണ്ടപ്പോ പ്രൈവറ്റ് വില്ല നൈറ്റിൽ എങ്ങനെയാണ്? എന്താ ഇവിടെ രുദ്രതയുടെ ബ്ലാക്ക് ഓറഞ്ച് കിട്ടാറുണ്ട്. വൈറ്റും ഉണ്ടാകുന്നുണ്ട്. നൈനോ ശരിക്കും ആസ്വദിച്ചോട്ടോ. ടിക്കറ്റ് എടുത്തു. നാളെ മറ്റന്നാ. നാളെ നമുക്ക് നാളെ എന്ന് പറയണം. ഇപ്പൊ മറ്റന്നാ. പിങ്കല്ലേ കാണുള്ളൂ. ബ്ലാക്ക് നോക്ക്. എത്ര ഒന്നാ നോക്ക്. നമ്മളെ കണ്ടപ്പോ അതല്ല, ബ്ലാക്ക് വേറെ മീനാ. ഗായ്സ് നമ്മൾ പോവാട്. സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ഫോട്ടോ എടുക്കട്ടെ. യെസ് നൈനു. അങ്ങനെ 1 day സ്റ്റേ റിസോർട്ടൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ചേച്ചിയുടെ ഏട്ടൻ്റെയും 5th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാൺ നമസ്തേ പറഞ്ഞൊരു ഹോട്ടലിലേക്കാണ് ലഞ്ചിന് വേണ്ടി വന്നത്. ഞങ്ങൾ ആകെ ഒരു 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ഓരോ ദിവസം ഓരോ ഇതിനായിട്ട് മാറ്റി വെച്ചു.
എന്താണ് പറയാ? ഹായ്, സൂപ്പറാ. സൂപ്പ് വെച്ച് നമുക്ക് തുടങ്ങാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. ഹലോ രുദ്ര. ഹായ്. അങ്ങനെ വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളെ ഫസ്റ്റ് ദീപാവലി സെലിബ്രേഷൻ അത് മുംബൈയിൽ തന്നെ ആഘോഷിക്കാൻ പറ്റി. ചെറിയ കുറച്ച് പടക്കങ്ങളും പൂത്തിരിയൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളുടെ കൊച്ചു ദീപാവലി ഞങ്ങൾ ആഘോഷിച്ചു. അങ്ങനെ 3 ദിവസം എത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പോലും അറിഞ്ഞില്ല. അങ്ങനെ സർപ്രൈസ് വിസിറ്റ് നല്ല അടിപൊളിയായി. അത്രയും സന്തോഷമായി 3 ദിവസം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. അങ്ങനെ ഞങ്ങൾ ദീപാവലിയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് മടങ്ങി. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.